ഹലോ, നമ്മൾ ഇസ്താൻബുൾ വ്ളോഗിൻ്റെ പാർട്ട് 2 ആണ് ഇത്. അതായത് അന്നത്തെ ഈവനിങ് വ്ളോഗ്. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഒരു റെഡ് കാർഡ് വാങ്ങിച്ചു. എന്നിട്ട് അതിൽ റീചാർജ് ചെയ്യുക. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പബ്ലിക് ട്രാൻസ്പോർട്ടും നമുക്ക് ആക്സസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വന്ന കാര്യത്തിലേക്ക് കിടക്കാം. നമ്മൾ ഇന്ന് വിസിറ്റ് ചെയ്യാൻ പോകുന്നത് ഗലാട്ട ടവറാണ്. ഗലാട്ട ടവറിന് നമ്മൾ സിമ്പിൾ ഓഫ് ഇസ്താൻബുൾസ് ഐഡൻറ്റിറ്റി എന്നൊക്കെ പറയും. അത്രയും ഫേമസ് ആണ് ഇവിടുത്തെ ഒരു ബിൽഡിംഗ് ആണ്. അപ്പോൾ ഞാനിതാ ഫസ്റ്റ് ഇവിടെ വരാൻ പ്ലാൻ ചെയ്ത സമയം മുതൽ എൻ്റെ മനസ്സിലൊരു പിക്ചർ ഉണ്ടാവില്ല, അത് ഇത് തന്നെയായിരുന്നു കേട്ടോ. കാരണം ഞാൻ അത്രയും റീൽസിലും കാര്യങ്ങളിലൊക്കെ കണ്ടിട്ട് ഞാൻ നല്ല എക്സൈറ്റഡ് ആയിരുന്നു ഇങ്ങോട്ടേക്ക് വരാനായിട്ട്. ഇവിടെ അത്യാവശ്യം ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഒരു 4 o'clock ആ സമയത്താണ് എത്തിയത്. അപ്പോൾ രാത്രിയാണ് ഗലാട്ട ടവർ കാണാൻ നല്ല ഭംഗി. അതുകൊണ്ട് നമ്മൾ ഈവനിങ് അടുത്തുള്ളൊരു ബീച്ചിൽ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് തിരിച്ച് ഗലാട്ട ടവറിലേക്ക് വരാനാണ് പ്ലാൻ. അപ്പോൾ നമ്മളിവിടെ എത്തി. ഇവിടെ നിന്ന് സൺസെറ്റും കാര്യങ്ങളൊക്കെ കണ്ട് നല്ല രസമാണ്. ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി തന്നെ അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഇവിടെ നമ്മൾ ട്രൈ ചെയ്തത് ഫുൾ സീ ഫുഡും കാര്യങ്ങളൊക്കെയാണ്. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായി. ഗലാട്ട ടവർ മിന്നി നിൽക്കുന്നത് നല്ല രസമില്ലേ കാണാൻ. അപ്പോൾ എന്തായാലും രാത്രി തിരിച്ചു വന്നത് നന്നായി. അങ്ങനെ തിരിച്ചു വരാനൊന്നും ഇല്ല കേട്ടോ, 100 മീറ്റർ അപ്പുറത്താണ് നമ്മൾ പോയത്. അപ്പോൾ നമ്മൾ തിരിച്ച് വന്ന് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കുന്നത് എന്തൊരു തിരക്കാ നോക്ക്, അത്രയും തിരക്കാട്ടോ. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനൊരു സ്ഥലമൊക്കെ ഒന്നും കിട്ടുന്നുണ്ടായില്ല. അങ്ങനെ നമ്മളൊരു കോർണറൊക്കെ കണ്ടെത്തി നമ്മൾ റീൽ എടുക്കേണ്ട പ്ലാനാണ്. പക്ഷേ ആ റീൽ ഞാൻ ആഡ് ചെയ്തില്ല, കാരണം ഫുൾ കെയോസ്, ആൾക്കാരൊക്കെ അത് ഞാൻ തട്ടി മറിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ അതിൻ്റെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള ഇവിടെ വരാമ്പോൾ തന്നെ എൻ്റെ മനസ്സിലൊരു പ്ലാൻ ഉള്ളതായിരുന്നു ദ ഫേമസ് ഈ കേക്ക്, എന്തായിരുന്നു പറയുക, സെൻറ്റ് സെബാസ്റ്റ്യൻ ചീസ് കേക്ക്. അത് കഴിക്കാൻ വേണ്ടി കേട്ടോ. അപ്പോൾ അതാ ഞാൻ ട്രൈ ചെയ്തു. ആൻഡ് ഇത് ഹൈപ്പിനുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റാണ്. പക്ഷേ ഒന്നും ഒരാൾക്ക് കഴിക്കാൻ പറ്റില്ല, അപ്പോൾ നമുക്ക് മസ്താവും. 2-3 ആൾക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്യാം. എൻ്റെ ഒരു കേസിലാണെങ്കിൽ 2 ആൾക്കാർ ഓക്കെയാണ്. നമ്മളതൊക്കെ കഴിച്ചു. പിന്നെയും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇനി ബാക്കി പാട്ടായിട്ട് ഞാൻ നെക്സ്റ്റ് വ്ളോഗിൽ വരാം. ബൈ.